Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. ഈ വ്യക്തിയുടെ മനസ്സിൽ ചില സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള വ്യക്തിയാണ്? ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളോട് സ്നേഹമുണ്ടോ? സത്യസന്ധമായിട്ടുള്ള ഫീലിങ്സ് ആണോ ഉള്ളത്? നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഈ രണ്ട് കാർഡ്സും നമുക്ക് അവസാനത്തേക്ക് എടുക്കാം. അതൊരു ഓവറോൾ എനർജിയാണ്. പോരാത്തതിന് അത് ഒരെണ്ണം നമ്മൾ ഏഞ്ചൽ മെസ്സേജും കൂടിയാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഈ പേഴ്സൺ, എന്ത് തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്, ഏതൊരു എനർജിയോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ. ത്രോട്ട് ചക്രയാണ് നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ത്രോട്ട് ചക്ര എന്ന് പറയുമ്പോൾ എപ്പോഴും തൊണ്ടയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ തൊണ്ട, നമ്മുടെ ആ ഒരു തൊണ്ട, ആ ഒരു ത്രോട്ട് ഏരിയ. അപ്പൊ ത്രോട്ട് ഏരിയ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കൂടുതലും നമ്മൾ എന്താ പറയാ, സംസാരിക്കാൻ അല്ലെ, നമ്മുടെ ശബ്ദം, നമ്മൾ സംസാരിക്കുക, ആ ഒരു രീതിനെ വെച്ചിട്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആകാത്തതിന്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് പലപ്പോഴും നിങ്ങൾ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പലപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാവാറുണ്ട് ഈ വ്യക്തിയോട്. മനസ്സ് തുറന്ന് സംസാരിക്കാനും അതുപോലെ മനസ്സ് തുറന്ന് വളരെ സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാനും, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് അതൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കാറുണ്ട്. നിങ്ങൾ തയ്യാറാണ്. പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് പോലും കീപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ മുഖത്തേക്ക് നേർക്ക് നേരെ നോക്കാൻ പോലും ഈ വ്യക്തി പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് ഈ ഒരു എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പലപ്പോഴും ഈ വ്യക്തി തയ്യാറാകാതെ നീങ്ങിപ്പോവുക, അതായത് മാറിപ്പോവുക എന്നൊക്കെ പറയില്ലേ, മാറിപ്പോകുന്ന ഒരു ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും നിങ്ങളും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മനസ്സ് തുറന്ന് സംസാരിക്കാത്തത്? മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടും. സോ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകണം. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയി പോയി എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നമ്മുടെ ചില ചക്രങ്ങൾ ബ്ലോക്ക്ഡ് ആയി പോകും. അത് ബ്ലോക്ക് ആയി പോകുന്നത് ചില കർമ്മത്തിന്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെയായിരിക്കാം നടക്കേണ്ടത്. എന്തുകൊണ്ടോ ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയി പോയത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പല കാര്യങ്ങളും തുറന്നു പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില തെറ്റുകള്, അല്ലെങ്കിൽ ചില മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാകാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഉത്തരമില്ല എന്നാണ്. കാരണം ഈ വ്യക്തിക്ക് ഉത്തരമുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിനെ കിട്ടിയിട്ടുള്ളത് ത്രോട്ട് ചക്രയാണ്. ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ രൂപപ്പെടും. അതായത് മനസ്സ് തുറന്നുള്ള സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാം, മനസ്സിലുള്ളത് പുറത്തേക്ക് പറയാ, ആ ഒരു ലെവല് അവിടെ എന്താ പറയാ, അവിടെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ പേഴ്സൺ ഇനി മുതൽ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഈ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്.
ആൻഡ് ഓൾസോ ഇവിടെ ലവ് മെസ്സേജസ് കിട്ടിയിട്ടില്ല. ഐ ഫീൽ പെയിൻ ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ് എന്നാണ്. ഈ പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ പേഴ്സൺ ഇല്ലായിരുന്നു, സ്വന്തം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ലായിരുന്നു. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, മറ്റുള്ളവർ തെറ്റാണ് എന്നിങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് ആ ഒരു ഗിൽറ്റ് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു പശ്ചാത്താപം. അതായത് ഈ പേഴ്സൺ ആ ഒരു വന്നിരിക്കുന്ന ആ ഒരു ഡാമേജ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ്, വേദന, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് പശ്ചാത്താപം വരുന്നുണ്ട്, സഹതാപം വരുന്നുണ്ട്, സ്വന്തം തെറ്റ് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെറ്റിംഗ് യുവർ കോഴ്സ് എന്നാണ്, 3 ഓഫ് സ്ക്രോൾസ് ആണ്. പദ്ധതികൾ തയ്യാറാക്കി ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ 3 എന്ന് പറയുന്ന നമ്പർ പോലും അതൊരു മാഗ്നറ്റിക്, അല്ലെങ്കിൽ അതൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അതൊരു മാനിഫെസ്റ്റേഷനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ കൂടിയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് സെറ്റിംഗ് യുവർ കോഴ്സ് എന്നാണ്. ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, നിങ്ങളുമായിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ട് നിൽക്കുന്നത് ശരിയല്ല, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല, നിങ്ങളെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി എങ്ങനെ കൂടിച്ചേരാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ എങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കോണ്ടാക്ട് നമ്പർ ഒക്കെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. സോ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാം, എങ്ങനെ നിങ്ങളുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിക്കാം ഈ പേഴ്സൺ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിക്കാം. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്താ പറയുക, ഈ പേഴ്സൺ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ കരിയർ ലൈഫിലായിരിക്കാം, പേഴ്സണൽ ലൈഫിലായിരിക്കാം ഈ പേഴ്സൺ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ, എന്തൊക്കെയോ ആഗ്രഹങ്ങളല്ലേ, അത് തന്നെ, എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ നേടിയെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു എന്താ പറയുക, ഈ പേഴ്സന്റെ ലൈഫിൽ, ഈ പേഴ്സന്റെ കരിയർ ലൈഫിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ഉയർച്ചകൾ വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉയർച്ചകൾ വരിക എന്ന് പറയുമ്പോൾ അത് മേ ബി നല്ലൊരു ജോലി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയതായിരിക്കാം, സാലറി കൂട്ടി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് നിയമനം കിട്ടിയതായിരിക്കാം. എന്താണെന്നറിയില്ല, എന്തോ ഒരു തൻ്റെ ലൈഫ് വളരെ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം, അത് തൻ്റെ ലൈഫ് വളരെ സെക്യൂർഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്നും സന്തോഷിക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മയിൽ ഈ പേഴ്സൺ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു കൊട്ടാരം, ഒരു രാജകുമാരനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ രാജകുമാരന് ഒന്നിൻ്റെയും കുറവില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഒന്നിൻ്റെയും കുറവില്ലായിരിക്കാം, ഒരു കാര്യത്തിൻ്റെയും കുറവില്ലായിരിക്കാം. ഓക്കെ, അതായത് എല്ലാം ഉണ്ടായിരിക്കാം, സൗകര്യമുള്ള വീടുണ്ടായിരിക്കാം, ലക്ഷറി കാർ ഉണ്ടായിരിക്കാം, പൈസ ഉണ്ടായിരിക്കാം, നല്ല ജോലി ഉണ്ടായിരിക്കാം, കൂട്ടുകാരുണ്ടായിരിക്കാം. പക്ഷെ അവിടെയും ഈ ഒരു എന്താ പറയുക, എന്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു രാജകുമാരൻ ഈ ഒരു പൂവ്, മനോഹരമായിട്ടുള്ള ഈ ഒരു റോസാ പുഷ്പത്തെ നോക്കി നിൽക്കുന്നത് പോലെയാണ്. അതായത് അത് നോക്കി നിൽക്കുമ്പോൾ നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്, നിങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് താല്പര്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ പേഴ്സണെ നന്നായിട്ട് തന്നെ
ഒരു മടുപ്പിക്കുന്നുണ്ട്. അതായത് എല്ലാത്തിൽ നിന്നും മടുപ്പിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന്റെ മനസ്സ് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരണമെങ്കിൽ അത് നിങ്ങൾ തന്നെ കൂടിയേ തീരൂ എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? യെസ്, സക്സസ് ആണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ സക്സസ് ആണ്, വിജയമാണ്. അപ്പോൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നുള്ളതാണ്. കാരണം അതിന് വേണ്ടിയിട്ട് ഏഞ്ചൽസ് പോലും നിങ്ങളോടൊപ്പമുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഏഞ്ചൽസ് നിൽക്കുന്നുണ്ട്. അത്രയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്നുള്ളത് നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രം ആവശ്യമല്ല, ഏഞ്ചൽസിന്റെയും കൂടി ആവശ്യമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു എനർജി എന്നുള്ളത് നമുക്ക് നോക്കാം. ഫേസസ്, ഫ്രയ ഫേസസ് ആൻഡ് സൈക്കിൾ ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഈ റിലേഷൻഷിപ്പില് എന്തും അവസാനിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്നേക്കുമായിട്ടുള്ള അവസാനമല്ല. അതിന്റെ തൊട്ടടുത്ത് തന്നെ പുതിയ തുടക്കവും ഉണ്ടാകും. അത് മാത്രമല്ല, ഒരുപാട് സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മറഞ്ഞു കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെയും ഈ പേഴ്സന്റെയും. അതായത് നമ്മളിപ്പം ഓരോ റിലേഷൻഷിപ്പിന്റെ എനർജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. ഒരു റിലേഷൻഷിപ്പ് പോലെ ആയിരിക്കില്ല മറ്റേ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ചില റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ഒരുപാട് സത്യങ്ങൾ മറഞ്ഞു കിടക്കും, ഒരുപാട് തെറ്റിദ്ധാരണകൾ മറഞ്ഞു കിടക്കും, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ മറഞ്ഞു കിടക്കും. അങ്ങനെയൊക്കെ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ പെടും നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും റിലേഷൻഷിപ്പും. അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇടക്കിടക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പൊട്ടിത്തെറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷെ ഒന്നും കൊണ്ടും എവിടെയും അവസാനിക്കുന്നില്ല. അതിനുശേഷം പുതിയൊരു തുടക്കം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്കിടയിൽ കടന്നു വന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ട് എടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസമായിരിക്കില്ല ഈ പേഴ്സന്റെ വിശ്വാസം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ വരുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് കർമ്മവും കൂടി അടിഞ്ഞു കിടക്കുന്നുണ്ട്. കർമ്മവും കൂടി പ്രസൻസ് ഉണ്ട്. കർമ്മത്തിന്റെയും കൂടി പ്രസൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പൊ അതിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഇത്തരം സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി നന്നായി വിശദമായി അന്വേഷിക്കുക. അത് സത്യം തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തെറ്റിദ്ധാരണകൾ മറഞ്ഞു കിടക്കുന്ന ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തെറ്റിദ്ധാരണകൾ ഒരുപാട് വരാനും തെറ്റിദ്ധരിക്കപ്പെടാനുമുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതും അത് ഈ പേഴ്സണെ കുറിച്ചിട്ട് അത് സത്യം തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു, വിശദീകരിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണം. ആൻഡ് ഓൾസോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്, സംസാരിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.